തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്നലെയൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെ കണ്ടതാണ്. ഇന്നും എന്തായാലും ആ ഒരു മൂഡിൽ തന്നെയായിരിക്കും. അപ്പോൾ അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിജയം, ഇപ്പോൾ വി ഡി സതീശൻ 102 എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും ബാക്കി നേതാക്കളൊക്കെ ഇതുപോലൊരു വിജയം കിട്ടുമോ എന്ന് സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അവർക്കും ഒരു അത്ഭുതമാണ്. പക്ഷേ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. തോൽപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ അദ്ദേഹം പറഞ്ഞേക്കാളും കൂടുതൽ തോൽപ്പിക്കാനും കഴിഞ്ഞു. എങ്ങനെയാണ് ആ സ്ഥാനം ഇനിയുള്ള ഒരു ചർച്ചകളിലേക്ക് കിടക്കുന്നത്, അതിന്റെ ചൂടിലേക്ക് കിടക്കുന്നത്? ഇപ്പോൾ ഈ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പിൻ്റെ അവസ്ഥയാണ് ഇന്ദിരാഭവൻ എന്ന് പറയേണ്ടി വരും. ഇന്നലത്തെ ആഘോഷത്തിൻ്റെ ബാക്കി പത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ഇതുവരെ തുറന്നിട്ടില്ല. ഈ ആഘോഷങ്ങൾ കഴിഞ്ഞ് ഇന്നലെ പൂട്ടിയതാണ്. ഇതുവരെ ഇന്ദിരാഭവൻ തുറന്നിട്ടില്ല. പക്ഷേ ഇവിടെയാണ് ഇനി കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടത്. ആ ചർച്ചകളിൽ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എങ്ങോട്ട് പോകും എന്നെ സംബന്ധിച്ചുള്ള സൂചനകളും ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഉണ്ട്. ഈ ഇന്ദിരാഭവൻ്റെ തൊട്ട് എതിർഭാഗത്ത് ഒരു ഫ്ലെക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് കുഞ്ഞുഞ്ഞിന് ശേഷം KC കേരളത്തിന് വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിലാണ് KCക്ക് അനുകൂലമായ ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഇന്ദിരാഭവനിലേക്ക് വരുന്നവരും പോകുന്നവരും കാണണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കൃത്യസ്ഥലത്ത് തന്നെ അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ആ പൊസിഷനിങ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കുന്നത് ലഭിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ഒരാളല്ല 3 പേരാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉള്ളത്. എന്തായാലും ആദ്യഘട്ടം എന്നോണം കേന്ദ്ര നിരീക്ഷകർ സംസ്ഥാനത്തെത്തും. ആ സംസ്ഥാനത്തെത്തി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സാമാജികർ, അതായത് നിയമസഭാ സാമാജികരായിട്ടുള്ള കോൺഗ്രസ് അംഗങ്ങളെ കണ്ട് സംസാരിച്ച് അവർ യോഗം ചേർന്ന് ഒരു ധാരണയിലെത്തും. ആ ധാരണ പിന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. ആ ഹൈക്കമാൻഡ് പിന്നെ കൂടിയാലോചനകൾ നടത്തി മറ്റുള്ള ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ടൊക്കെ കൂടിയാലോചന നടത്തി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകും. ആ അന്തിമ തീരുമാനം വരുമ്പോൾ KPCC ആസ്ഥാനത്ത് എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ളതും ഒരു രാഷ്ട്രീയ ആകാംക്ഷയാണ്. കാരണം കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ പരസ്യമായിട്ട് തന്നെ നേതാക്കൾ പ്രതികരണങ്ങൾ നടത്തും. CPM പോലെ അല്ല. കോൺഗ്രസിൽ നേതാക്കൾക്കുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പരസ്യമായി തന്നെ വെട്ടിത്തുറന്ന് പറയും. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്നവർ സന്തോഷിക്കും, കിട്ടാത്തവർ ഒരു പക്ഷേ അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ നടത്താനുള്ള സാധ്യതയൊക്കെയുണ്ട്. എന്തായാലും അതെങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ കേരളത്തിൽ ഉദ്വേഗമുണ്ട്. നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുണ്ടായിട്ടുള്ള ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ വളരെ വേഗത്തിൽ തന്നെ ഇത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വം വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ ഒരു ആവേശമാണ് കേരളത്തിൽ വലിയ ശക്തിയോടുകൂടി തന്നെ തിരിച്ചു വന്നത്. കാരണം 10 വർഷത്തിന് ശേഷമാണ് വരുന്നത്. രാജ്യത്ത് 10 വർഷത്തിൽ കൂടുതലായി ഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ തിരിച്ചു വരാമെന്നുള്ളൊരു ആവേശം കോൺഗ്രസ് പ്രവർത്തകർ ഉണർത്താൻ കേരളത്തിലെ വിജയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ദിരാഭവൻ അല്പസമയത്തിനകം തുറക്കും. നേതാക്കന്മാർ വരും. ചർച്ചകൾ എങ്ങോട്ട് പോകും, ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്നതാണ് കേരളം ഇനി ഉറ്റുനോക്കുന്നത്.